നിന്റെ ഫോൺ എത്ര നേരമായിട്ട് അടിച്ചോണ്ടിരിക്കുക, എന്താ എടുക്കാത്ത? ഞാൻ പിന്നെ എടുത്തോളാം. ഇപ്പൊ ഞാനൊരു അത്യാവശ്യ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. എന്തേലും പുതിയ ബിസിനസ് ഐഡിയ ആണോ? പക്ഷെ ആരാ ഇങ്ങനെ വിളിച്ചോണ്ടേയിരിക്കുന്നേ? ഞാൻ ഫിനാൻസ് മാർക്കറ്റിൽ ട്രേഡിംഗ് നടത്താൻ വേണ്ടി ലോൺ എടുത്തിരുന്നില്ലേ, അതിനുവേണ്ടി ഇവർ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ലോണോ? നീ ഇതുവരെ ലോണിന്റെ കാര്യമൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. നിനക്കതൊന്നും മനസ്സിലാവില്ല. വലിയ നേട്ടങ്ങൾക്ക് വേണ്ടി ചെറിയ റിസ്ക് ഒക്കെ എടുക്കാനേ വേണം. എന്റെ ചില വലിയ ഇടപാടുകളൊക്കെ ശരിയാവേണ്ട കാര്യമേ ഉള്ളൂ. അതോടെ പിന്നെ ലാഭം തന്നെയായിരിക്കും. പിന്നെ നമുക്ക് ലോണും ക്ലോസ് ചെയ്യാം, വീട്ടിൽ ആവശ്യത്തിന് പണം ഉണ്ടാവുകയും ചെയ്യും. അല്പം കൂടി സമയം വേണമെന്നേ ഉള്ളൂ. പക്ഷെ മാർക്കറ്റിൽ പണം ശരിയാവാതെ കാര്യങ്ങൾ കൈവിട്ടു പോയാലോ? പിന്നെ ഈ പണമൊക്കെ എങ്ങനെ തിരിച്ചു കൊടുക്കും? നീ ഒന്ന് സമാധാനിക്കേ. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. ഇതേ കണ്ടോ, മാർക്കറ്റിലെ സ്റ്റാറ്റസ് ഇപ്പൊ എനിക്ക് അനുകൂല. മാർക്കറ്റിലെ സ്റ്റാറ്റസ് അനുകൂലം മാത്രമല്ല, പ്രതികൂലവുമാവും. ലോൺ എടുത്ത് ട്രേഡിംഗ് ചെയ്യുന്നത് അത്ര ബുദ്ധിപരമായ കാര്യമല്ല. സംഗതി തീരുമാനിക്കുന്നതിന് മുമ്പ് നീ ശരിക്കും കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നോ? ഞാൻ അന്വേഷിച്ച സമയം കളയാൻ നിന്ന ട്രേഡിംഗിന്റെ ചില നല്ല അവസരങ്ങൾ കൈവിട്ടു പോവായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറെ സോഷ്യൽ മീഡിയ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചു. അവർ അടിപൊളി ട്രേഡിംഗ് കോൾ തരുമെന്ന് വാക്ക് തന്നിട്ടുണ്ട്. അയ്യോ, ഇതെന്താ? മാർക്കറ്റ് വീണ്ടും ഡൗൺ ആകാൻ തുടങ്ങിയോ? ഇതിപ്പോ ആകെ പ്രശ്നമെന്നാ തോന്നുന്നേ. ഇപ്രാവശ്യം എനിക്ക് നല്ല ലാഭം കിട്ടുന്ന ഞാൻ കരുതിയത്. ഇനിയിപ്പോ ഈ ലോണൊക്കെ ഞാൻ എങ്ങനെ തിരിച്ചടയ്ക്കും? എന്റെ ഈശ്വര. പെട്ടെന്ന് ലാഭം വേണമെന്ന് ആഗ്രഹിച്ചാൽ മിക്കവാറും നഷ്ടമേ ഉണ്ടാകൂ. അൺരജിസ്റ്റേർഡ് അഡ്വൈസേഴ്സ് അല്ലെങ്കിൽ അനലിസ്റ്റിന്റെ ട്രേഡിംഗ് ടിപ്സിൽ ഒരിക്കലും വിശ്വസിക്കരുത്. ട്രേഡിംഗ് ചെയ്യുന്നതിന് മുമ്പ് റിസർച്ച് നിർബന്ധമായും ചെയ്യണം. ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ.